മല്ലിപ്പൊടി ഇട്ട് മുളക് പൊടി ഇട്ട് മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മസാലപ്പൊടിയാണ് ഇട്ടത്. ഇപ്പം മതി. വെളുത്തുള്ളി ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് ഇത്തിരി മല്ലിപ്പൊടി ഇട്ടണം. ഉരുളക്കിഴങ്ങ് വേവിച്ച് വെക്കണം. 950 രൂപ ഒരു കിലോന്. ഇതിൻ്റെ തലയുണ്ടായി അവിടെ 600 രൂപയ്ക്ക് തലയും കാലും തലയും കാലും കൂടി 600 രൂപ. തലേ നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങെടുത്തണം. നമ്മൾ തല മേടിച്ച് നിനക്കറിയാമോ ചതച്ചിട്ട് ആ എല്ലേ പാടണത് ഇറച്ചിയായിട്ട് വെക്കണം. കുറിച്ച് കഴിക്കണം. പക്ഷെ അത് ഭയങ്കര ഗുണമാണ്. അവരെപ്പോ ഉണ്ടാവും മുളപ്പില്. തലയുടെ കേടൊക്കെ മാറുമെന്നാണ് ഈ എപ്പോഴും കഴിക്കുന്നത്. അപ്പൊ നമുക്ക് തലകർക്ക് അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവൂല. തലയുടെ കേടാ ആടിനെ ലോകത്തില് ആയുർവേദത്തില് ഒരു നോൺ വെജ് എടുക്കണ്ടെങ്കിൽ അത് ആടിനെ മാത്രമേ മാത്രം അത് ഭക്ഷിക്കുള്ളൂ. ഔഷധ സസ്യങ്ങള് എന്നാ ആനനെ ഇറച്ചി കഴിക്കുന്നേ ചെയ്തെടുത്ത് മതി. മസാല കുറേട്ട് മതിയില്ലേ? തക്കാളി ഇടണ്ട. തക്കാളി ഉണ്ട്. എന്നാ ഇതിൽ തക്കാളി ഇട്ടിട്ട് ആ ഗ്രേവി വെച്ചിട്ടൊന്ന് ഇതാക്കും. ആ ഗ്രേവി വെച്ചിട്ടൊന്ന് ലൂസ് ആക്കട്ടാ. കുഞ്ഞിപ്പട്ടി ഉണ്ടോ? എടാ ഇത് റബ്ബർ ബാൻഡ് റബ്ബർ ബാൻഡ് ഇല്ല. പാലും റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചേക്കുന്നു. കത്തി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. കത്തി ദഹിക്കണ കത്തി നമ്മുടെ കത്തി. ഇത് വെറുതെ നമ്മിങ്ങനെ അരിഞ്ഞിടുമല്ലേ ഡയറക്റ്റ്? അപ്പൊ എന്തൊക്കെ സാധനം ഇട്ട് നമ്മ എന്താണ് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ എന്താണ് സവാള ഇട്ട് വാട്ടി പിന്നെ അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി വെളുത്തുള്ളി കുരുമുളക് ഇട്ട് മഞ്ഞപ്പൊടി ഇട്ട് മുളക് പൊടി ഇട്ട് മസാലപ്പൊടി ഇട്ട് മല്ലിപ്പൊടി ഇട്ട് എന്നിട്ട് സ്ലോ കുക്ക് ചെയ്ത് എടുക്കണല്ലേ? സിമ്മാക്കിയല്ലേ? അപ്പൊ എത്ര വിസിലടിച്ച് കഴിയുമ്പോ ഈ സാധനം വേവും? 4 കറക്റ്റ് വിസില്. അപ്പൊ ഇത് അതായത് എന്നാ വെള്ളമാണോ ഫുഡാ ആകട്ടെട്ടാ നിക്കട്ടെ മോൻ. മനസ്സിലായി. വെയിറ്റ് 10 മണി ഞാൻ പിള്ളേർ ഇതാണ് ബാലു ശ്രീഹരി. ഇൻട്രൊഡ്യൂസിങ് ശ്രീഹരി, ചിറക്കൽ ശ്രീഹരി. കല്യാണം എപ്പോഴും വീടിന്റെ മുമ്പിൽ തന്നെ ഉള്ളല്ലേ? അകത്തേക്ക് കയറി ഇരിക്കൂല. അപ്പൊ കാലും പൊക്കി ഇങ്ങനെ ഇരിക്കും. അവിടെ കിട്ടും എല്ലാവരും ദേഷ്യം. ആൾക്കാര് പിന്നെ കാണിക്കുന്നു ദേഷ്യം ഉണ്ടാവൂലേ? പിള്ളേരുടെ അച്ഛൻ പോകുമ്പോ നമുക്ക് ആ പിള്ളേരെ നിന്നെയൊക്കെ തല്ലാൻ വന്നപ്പോ ഞാൻ ഒന്നും ചോദിച്ചില്ലേ? വേറെ ആരെങ്കിലും ഒന്നും ചോദിച്ചാ? അതെടുക്കല പാറ്റിടുന്നാണ്.
എടാ പാറ്റ് അവിടെ കൊണ്ടുപോകാനോ പാറ്റ് ലക്ഷ്മണരേഖയാണ്. ലക്ഷ്മണനാവും നീ. കൈ പോയി കൈ കഴുകേ അവിടെ പോയി താമസിക്കണല്ലോ പിന്നെ വെള്ളമിട്ട് ഉണ്ടാവട്ടെ ഒന്നുകൂടി എടാ വെറുതെ ഇരിക്കടാ, അവന്റെ തല്ലുള്ള എടുത്തിട്ടാ. ശരിക്കറിയാം ഉണക്ക് ചെയ്യില്ല ടീച്ചറെ ഞാനിത് ചെയ്യാന്ന് പറഞ്ഞ് ചെല്ലണം. പട്ടിയുടെ ഒച്ച കുഞ്ഞി പട്ടി വെച്ചെടുക്കുന്നു. വലിയ പട്ടി വിളിക്കുന്നു. അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചല്ലേ, അല്ലെങ്കിൽ അതിന്റെ വെള്ളം തന്നെയുള്ള? ഇല്ല, അതിന്റെ വെള്ളം ഒഴിച്ച് ഈ ഉരുളക്കിഴങ്ങ് വെള്ളം ഉടഞ്ഞ് അത്തിട്ടിട്ട് ഉരുളക്കിഴങ്ങ് ഒറ്റ വേവിക്കാം. നമുക്ക് അതിനകത്താണ് ഇതിനകത്ത് ഉരുളക്കിഴങ്ങ് ഇടാം, എന്നിട്ട് വേവിക്കാം. കുക്കറിലിട്ട് ഒറ്റ അടി അടിച്ചാൽ സംഗതി റെഡിയാവുമല്ലോ. ഉരുളക്കിഴങ്ങ് അപ്പൊ വന്നിട്ടില്ല, അപ്പൊ അതുകൊണ്ട് അതിൽ തന്നെ ഇട്ടിട്ട് കഴിക്കണം. എന്നിട്ട് ഉരുളക്കിഴങ്ങ് അന്നത്തിട്ട് കഴിക്കുമ്പോൾ അതൊരു എന്തായി തീരും. ഉപ്പ് കുറച്ച് മതി അല്ലേ? ഉപ്പിട്ട് ചെറുതായിട്ട് ഉപ്പ് മതി. ആ ഓക്കെ, നേരത്തെ ഉപ്പിട്ടുണ്ട്. ഇനി അതെടുത്ത് ഇതും കൂടി അങ്ങ് ഇടണം. സ്പൂണുണ്ട് ഇനി തീർത്താൽ ഗ്രേവി ആക്കി മോനെ. ഇനിയിപ്പോ അത് കുക്കറിൽ മുങ്ങിട്ട് അടിക്കാനാണ്. ഉരുളക്കിഴങ്ങുണ്ടല്ലോ മോനെ, ഉരുളക്കിഴങ്ങ് വേവിക്കാണ്ട് നിങ്ങൾ ഇതിലേക്ക് ഇട്ടാ എന്നാ ചാറ് വെച്ചാൽ അതിലേക്ക് കിടന്ന് വേഗട്ടെ. അല്ലെങ്കിൽ കുക്കറിലിട്ട് അടിച്ച് ഞാൻ രുചി പോകും. കുക്കറിൽ ഓൾറെഡി ഇത് വേവിച്ചല്ലേ? വേവിച്ച പക്ഷെ ഒന്നുകൂടി വേവിക്കണമെങ്കിലേ കൊച്ചിങ്ങൾക്ക് കൊടുക്കണ്ടേ ഇപ്പൊ. പട്ടി അത് മാറ്റി ഞാനത് ഇതാക്കി അജയനൊക്കെ അതൊന്നും കുഴപ്പമില്ല. നീ എന്റെ മൂക്കൊടുത്ത ആകെ ഇതായിട്ടിരിക്കുന്നത്. ആ കളഞ്ഞോളാം. കപ്പെടുത്തിട്ട് ചൂടുവെള്ളം ഒഴിച്ചാണ് രവി ചൂടുവെള്ളം ഒഴിച്ചു. കുക്കർ ഗ്ലാസ് എടുക്കും. ഗ്ലാസ് ഉണ്ട്.